യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം അകമേയുള്ള മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും. ഇതാണ്. അകമേ ഒരു മനുഷ്യനുണ്ട്, പുറമേ ഒരു മനുഷ്യനുണ്ട്. പുറമേയുള്ള മനുഷ്യൻ നമ്മുടെ ബോഡിയാണ്. അകമേയുള്ള മനുഷ്യൻ ജീവനും ആത്മാവും ചേരുന്ന അകത്തെ വ്യക്തിത്വമാണ്. ശരിക്കും അകത്തെ വ്യക്തിത്വത്തിന്, അതായത് ജീവനും ആത്മാവും ചേരുന്ന ആ പൂർണ്ണ മനുഷ്യനില്ലേ, ആ അകത്തെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന് ഭൗതിക ലോകത്ത് മറ്റു മനുഷ്യർക്ക് മനസ്സിലാകാനും ഭൗതിക ലോകത്ത് ജീവിക്കാനും പ്രവർത്തിക്കാനും ആവശ്യമായിരിക്കുന്ന ഒരു കൂടാരം മാത്രമാണ്, ഒരു മൺകൂടാരം മാത്രമാണ് ഈ ശരീരം. അതിന് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉടുപ്പ്. അകത്തെ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വ്യക്തിത്വമുള്ള മനുഷ്യൻ. ആ വ്യക്തിത്വത്തിൻ്റെ മേലെ അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ പറയുന്നതായിരിക്കുന്ന ശരീരം. ഈ വസ്ത്രം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ തുടർന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പം ശരിക്കും ഇന്നത്തെ മനുഷ്യന് ആരെയാണ് പേടി? ജീവിച്ചിരിക്കുന്ന മനുഷ്യനെയാണോ മരിച്ച മനുഷ്യനെയാണോ? നിങ്ങൾക്ക് ആരെയാണ് പേടി? ജീവിച്ചിരിക്കുന്ന മനുഷ്യനെയാണോ? അല്ലല്ലോ, മരിച്ച മനുഷ്യനെയല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ദുർമരണം നടന്ന വീട്ടിലൊക്കെ പോയി ഒരു രാത്രി ഉറങ്ങാൻ പറഞ്ഞാൽ ആരെങ്കിലും ഉറങ്ങുമോ? ജീവിച്ചിരിക്കുന്ന മനുഷ്യർ താമസിക്കുന്നിടത്താണെങ്കിൽ ഓക്കെ, നമ്മൾ പോയി താമസിക്കും, ഒരു മടിയില്ല. കാരണം അവിടെ ജീവനുള്ള മനുഷ്യരാണ് ഉള്ളത്. എന്നാൽ ദുർമരണങ്ങൾ നടന്ന, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ഒന്നിലുമേറെയൊക്കെ കൊലപാതകങ്ങൾ നടന്നൊരു വീട്ടിലൊക്കെ പോയി താമസിക്കാൻ പറയും, നമുക്കെല്ലാവർക്കും പേടിയാണ് അല്ലേ? എന്താ കാരണം? ആ മരിച്ച മനുഷ്യൻ്റെ ആത്മാവ് അങ്ങനെ അവിടെ ഉണ്ടോ? എന്നെ രാത്രിയിൽ എന്തെങ്കിലും ചെയ്യുമോ? എനിക്കെന്തെങ്കിലും പറ്റുമോ? അല്ലേ? അതല്ലേ പേടി. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്, മരണത്തോടെ മനുഷ്യൻ അവസാനിക്കുന്നില്ല, മരണത്തോടെ അവൻ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ് എന്ന് മനുഷ്യന് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. അത് സത്യമാണ്, തിരുവെഴുത്ത് പ്രകാരം അത് സത്യമാണ്. അതല്ലേ അതിൻ്റെ ശരി. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വീടുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും വീടുകളിൽ മരണങ്ങൾ നടന്ന വീടുകളുണ്ടെങ്കിലേ വളരെ ചീപ്പ് റേറ്റിന് വാങ്ങാൻ കിട്ടും. അവർ വളരെ വില കുറച്ച് കൊടുക്കാൻ തയ്യാറാണ്, എന്നാലും വാങ്ങാൻ ആളില്ല. അല്ലാതെ ഉള്ളായിരിക്കുന്ന വീടുകളാണെങ്കിലും വീട് മോശമാണെങ്കിലും നല്ല വിലയാണ്, ഭയങ്കര വിലയാണ്, ഭയങ്കര ഡിമാൻഡുമാണ്. എന്നാൽ ദുർമരണങ്ങൾ നടന്ന മനോഹരമായിരിക്കുന്ന വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാര വിലയ്ക്ക് കിട്ടും. പക്ഷേ അവിടെ ഇന്ന പ്രശ്നമുണ്ട്, അവിടെ ഇന്ന ഉപദ്രവമുണ്ട്, ഇന്ന ഭൂതങ്ങളുടെ ഒരു ആവാസമാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ ഇത്ര പേര് മരിച്ചതാണ്, അവിടെ ജീവിക്കുന്നവർക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വാങ്ങാൻ തയ്യാറാകുകയില്ല. അപ്പോൾ ശരിക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യനേക്കാളും ഭയം ആരെയാ? മരിച്ചുപോയ മനുഷ്യനെ അല്ലേ? അതല്ലേ സത്യം. നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനെ അകമേയുള്ള മനുഷ്യനെ തിരുവെഴുത്തിൽ നിന്ന് രണ്ടായിട്ടൊന്ന് തരംതിരിച്ച് നമുക്കൊന്ന് പഠിക്കണ്ടേ? നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് പഠിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ഈ ഒരു വീഡിയോയിൽ കൊണ്ട് കഴിയില്ല കേട്ടോ. ചിലപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി ഇടേണ്ടി വരും. ഇന്ന് ഞാനൊന്ന് തുടങ്ങി വയ്ക്കാം. ഓക്കെ, അടുത്ത വീഡിയോ കൂടി ഇടേണ്ടി വരും. അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ പുനരാഗമനം എന്നുള്ളതായിരിക്കുന്ന വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 6 ഞാൻ പറയാവുന്ന ഒന്നല്ലേ പറഞ്ഞുള്ളൂ, ബാക്കി ഞാൻ പറയും, തീർച്ചയായിട്ടും പറയും. അപ്പം ഞാൻ ഇതിലൂടെ ഈ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും കുറിച്ച് നിങ്ങളോട് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുന്നവരെ നിങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യനെ ഒന്നങ്ങ് മാറ്റി നിർത്തിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ അകമേ ഉള്ള മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മരിച്ചവരിൽ നിന്ന് പൗലോസ് ഒരിക്കൽ ലുസ്രയിൽ വെച്ച് കല്ലേറുകൊണ്ട് മരിച്ചിട്ട് അതിനെക്കുറിച്ച് പൗലോസ് പിന്നീട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി എന്തെന്നാണ് പറഞ്ഞതെന്നറിയാമോ? 14 ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 14 സംവത്സരം മുമ്പ് ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെക്കുറിച്ച് ഞാൻ അറിയുന്നു. അവൻ 3-ാം സ്വർഗ്ഗത്തോട് എടുക്കപ്പെട്ടു. അവൻ ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഞാനത് കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ അധികം ആവർത്തിക്കുന്നില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, പൗലോസ് ലുസ്രയിൽ വെച്ച് കല്ലേറുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ ആത്മാവ് നേരെ അങ്ങോട്ട് പോയി, 3-ാം സ്വർഗ്ഗത്തോളം പോയി. ദൂതന്മാരുടെ സംസാരങ്ങൾ കേട്ടു, സ്വർഗ്ഗത്തിലെ വലിയ കാഴ്ചകൾ കണ്ടു, ഇതെല്ലാം കണ്ടു. പക്ഷെ അതിനെക്കുറിച്ച് പൗലോസ് ഒരു ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, അവൻ പോയതേ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് ഞാനങ്ങ് ഓർക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ശരീരത്തോടെ പോകുന്നത് പോലെ തന്നെ ഇരുന്നു ആത്മാവിൽ പോയപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലെന്നർത്ഥം. ശരീരമില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു കുറവുമില്ല, ഒരു പരാജയവുമില്ലെന്നർത്ഥം. എല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ വ്യക്തിത്വം മുഴുവൻ, പേഴ്സണാലിറ്റി മുഴുവൻ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ മനുഷ്യനിലാണെന്നേ. ഇത് വെറും പുറംകുപ്പായാണ്. ഇത് ഊരിക്കളഞ്ഞാലും നമ്മളെപ്പോലെ തന്നെ ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം തിരുവെഴുത്ത് പഠിക്കാൻ. അതല്ലാതെ നമ്മൾ ഈ പുറത്തെ മനുഷ്യനെ വെച്ച് ഉന്തി തള്ളിക്കൊണ്ട് ദൈവവചനം പഠിച്ചാൽ നമുക്കാർക്കും ഒന്നും
ഒന്നും മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്ന അകത്തെ മനുഷ്യനാണ്. മരിച്ച് ഞാനിപ്പോൾ പെട്ടെന്ന് ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു അറ്റാക്ക് വന്നങ്ങ് മരിച്ച് ഞാൻ ഇവിടെ ഇരുന്നാൽ എൻ്റെ ശരീരം ഇവിടെ ഇരിക്കുകയുള്ളൂ. ഞാനിപ്പോൾ തന്നെ മുകളിലേക്ക് അങ്ങ് ഉയരും. ഞാൻ എന്നാൽ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുകയില്ല. അപ്പോൾ ഞാൻ പറയും, അയ്യോ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടല്ലോ, ഞാൻ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഇനി ബാക്കി വിഷയം എങ്ങനെയാണ് പറയണേ എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എൻ്റെ ജഡത്തിൽ കൂടെ പറയുന്നത് നിങ്ങൾക്ക് അവരെ കേൾക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം? നിങ്ങൾ ജഡം ആയതുകൊണ്ട്, നിങ്ങൾ ജഡം എന്ന് ഞാൻ പറഞ്ഞത് വേറെ അർത്ഥത്തിലല്ല കേട്ടോ, നിങ്ങളും ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഞാൻ ജഡത്തിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ആത്മാവാണ്, എന്നാൽ ആത്മാവിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഉള്ളിലെ ആത്മാവിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ ആത്മാവായിട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ എൻ്റെ ആത്മാവ് മാറിക്കഴിഞ്ഞിട്ട് പറയുന്നത് എന്നെപ്പോലെ മാറി ആ ജഡത്തിൽ നിന്ന് മാറിയ ആത്മാക്കൾക്ക് തമ്മിൽ കേൾക്കുകയും ചെയ്യാം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലോകം കണ്ടില്ലേ, രണ്ട് ലോകം, ഒന്ന് ഭൗതിക ലോകം, ഒന്ന് ആത്മീയ ലോകം. ആത്മീയ ലോകത്തിലുള്ളവർക്ക് തമ്മിൽ കാണാം, സംസാരിക്കാം, കൂടി കാണാം, ഒരുമിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നാൽ ഈ ഭൗതിക ലോകത്തിലുള്ളവർക്ക് അവരുടെ പ്രവർത്തനങ്ങളൊന്നും മനസ്സിലാക്കുകയില്ല, അവർ പറയുന്ന ഒന്നും കേൾക്കാനും പറ്റുകയില്ല. ഈ ഭൗതിക ലോകത്തിലുള്ളവർക്ക് ഭൗതികമായിരിക്കുന്ന ഈ ശരീരം വേണം, തമ്മിൽ കാണാനും പിന്നെ കൂടെ നടക്കാനും സംസാരിക്കാനും ചിരിക്കാനും തമാശ പറയാനും ഒക്കെ ഈ ഇതുപോലെ ശരീരമുള്ളവരുടെ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഇന്നത്തെ മന്ത്രവാദികളൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? മരിച്ചുപോയവരുടെ ആത്മാക്കളെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇങ്ങനെയെന്നുള്ളതായിരിക്കുന്ന വിശ്വാസം മനുഷ്യകുലത്തിലുള്ളത് കൊണ്ടാണ് ഇന്നത്തെ മന്ത്രവാദികൾ, അത് ഏത് വിധത്തിലുള്ള മന്ത്രവാദിയായാലും ശരി, അത് ശകുനവാദികളായാലും ശരി, ഏത് ജ്യോതിഷക്കാരാണെങ്കിലും ശരി, എല്ലാവരും ജീവിക്കുന്നത് മരിച്ചുപോയ മനുഷ്യൻ്റെ ആത്മാക്കളെ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലെങ്കിലേ ഈ മരിച്ച മനുഷ്യൻ്റെ ആത്മാവ് നിലനിൽക്കുന്നു എന്നുള്ളതായിരിക്കുന്ന പിന്നെ ആ ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലില്ലെങ്കിലേ ഇവന്മാരുടെയൊക്കെ പിന്നെ കഞ്ഞൂടി മുട്ടിപ്പോകും. അതുകൊണ്ട് അതൊരു സത്യമാണ് കേട്ടോ. മരിച്ച മനുഷ്യൻ്റെ ആത്മാവ് അവസാനിക്കുന്നില്ല. അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ പേഴ്സണാലിറ്റി സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ ആത്മാവിലാണ്, ഒരു സംശയമില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഈ മരിച്ച മനുഷ്യൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ആത്മാവാണ്, കരയുന്ന ആത്മാവാണ്, പറയുന്ന ആത്മാവാണ്, സംസാരിക്കുന്ന ആത്മാവാണ്, അതുപോലെ തന്നെ ചലിക്കുന്ന ആത്മാവാണ്, നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്ന ആത്മാവാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തേജനവും ശക്തിയും പ്രാപിക്കാൻ കഴിയുന്നതാണ് ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ, ആത്മാവെന്ന് പറയുന്ന വ്യക്തിയെ. അത് ഇതെല്ലാം ചെയ്യുന്നതാണ്, ഞരങ്ങുന്നതാണ്, പിന്നെ ഇതൊക്കെ ഞരങ്ങുന്നതാണ്. സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നില്ലേ, 142 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നത്, എൻ്റെ ആത്മാവെ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇത് അവിടെ അങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട്. എൻ്റെ ആത്മാവ് ഉള്ളിൽ വിഷാദിച്ച് ഇറങ്ങുക എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആത്മാവ് ചിരിക്കും, ആത്മാവ് കരയും, ആത്മാവിന് ചിന്തിക്കാൻ കഴിയും, ആത്മാവ് വേദനിക്കും, ആത്മാവ് സംസാരിക്കും. ഇതൊക്കെ ഒരു സത്യമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത് ഉള്ളിലെ ആത്മാവിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ദൈവം ആത്മാവാണെന്ന് നമുക്കെല്ലാവർക്കും അറിഞ്ഞൂടെ? ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരും ആത്മജീവികളാണ്. എന്നാൽ ദൂതന്മാർ ആത്മജീവികളാണെങ്കിലും അവർക്ക് ആത്മീയ ലോകത്ത് അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു ആത്മീയ ശരീരമുണ്ട്. ഭൗതിക ശരീരങ്ങളുണ്ട്, സ്വർഗീയ ശരീരങ്ങളുണ്ട് അല്ലേ? ഒന്ന് വരുന്ന ലേഖനം 15 അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാമല്ലോ. ഭൗതിക ശരീരങ്ങളുണ്ട്, സ്വർഗീയ ശരീരങ്ങളുണ്ട്. ഭൗതിക ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. അപ്പോൾ ദൈവം ആത്മാവാണ്, ദൂതന്മാർ ആത്മജീവികളാണ്. എന്നാൽ ദൂതന്മാർക്കൊരു ശരീരമുണ്ട്, അത് സ്വർഗീയ ശരീരമാണ്, അതിൻ്റെ തേജസ് വേറെയാണ്. നമുക്കിപ്പോഴുള്ളത് ഭൗമിക ശരീരമാണ്, ഇതിനും ഒരു തേജസ്സുണ്ട്, ഇതിൻ്റെ തേജസ് വേറെയാണ്. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഉള്ളിലെ ആ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമുക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾ, ദൈവവചനത്തിലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ. നമ്മുടെ രക്ഷ, നിത്യജീവൻ, നമ്മളുടെ സ്വർഗപ്രവേശനം, നമ്മളുടെ വീണ്ടെടുപ്പ്, ഈ കാര്യങ്ങളെല്ലാം ഉള്ളിലെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചെങ്കിലേ നമ്മൾക്ക് പഠിക്കാനായിട്ട് പറ്റൂ. പക്ഷേ അനേകർക്കും ഇതറിയില്ല. അനേകരും ഈ പുറമേയുള്ള മനുഷ്യൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ദൈവത്തിലെ പല കാര്യങ്ങളും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് മനുഷ്യന് പറ്റുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം ഇടപെടുന്ന നമ്മുടെ മേഖല ഏതാണെന്നറിയാമോ? ഈ പുറമേയുള്ള മനുഷ്യനോടല്ല ദൈവം ഇടപെടുന്നത്. ദൈവം ആത്മാവായിരിക്കുന്ന ദൈവം ഇടപെടുന്നത് നമ്മുടെ അകമേയുള്ള ആത്മാവിനോടാണ്. ആത്മാവെന്ന മനുഷ്യനോടാണ് ദൈവം ഇടപെടുന്നത്. കാര്യം മനസ്സിലായോ? അതായത് ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നമ്മുടെ ആത്മാവിനോട് ഇടപെടാനായിട്ട് പറ്റും. എല്ലാ ആത്മാക്കൾക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ദുർഭൂതങ്ങൾ ആത്മാക്കളാണ്, പൈശാചിക സൈന്യങ്ങൾ ആത്മാക്കളാണ്, പിശാച് ആത്മാവാണ്, സ്വർഗീയ ദൂതന്മാർ ആത്മജീവികളാണ്,
ദൈവവും ആത്മാവാണ്. അതുകൊണ്ട് ഈ എല്ലാ ആത്മാക്കൾക്കും തന്നെ നമ്മുടെ ഈ അകമയുള്ള മനുഷ്യനില്ലേ, ഈ അകമയുള്ള മനുഷ്യൻ, അതായത് നമ്മുടെ ആത്മാവിനോട് ഇടപെടാനായിട്ട് പറ്റും, ആത്മാവിനോട് ഇടപെടാനായിട്ട് പറ്റും. അങ്ങനെയല്ലേ കർത്താവിൻ്റെ കാലത്ത്, കർത്താവ് ജീവിച്ചിരുന്ന ആ കാലത്തൊക്കെ എന്തോരം പെരിയ ഭൂതങ്ങൾ കൈയടക്കി വാണിരുന്നത് അല്ലേ? ഊമനായ ഭൂതം, ചെകിടനായ ഭൂതം, പിന്നെ നുരച്ച് തള്ളുന്ന ഭൂതം, ഭ്രാന്താക്കി കളയുന്ന ഭൂതങ്ങൾ, ഇങ്ങനെ ദുർഭൂതങ്ങളെ കൊണ്ട് ആ നാളുകളും അറിഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എത്രമാത്രം പേരെയാണ് ദുർഭൂതങ്ങൾ ബാധിച്ചത്, എത്ര പേരിൽ നിന്ന് ആ ഭൂതങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ കരഞ്ഞ് നിലവിളിച്ച് വിട്ടിട്ട് പോയത്. അപ്പോൾ അവരൊക്കെ ഇടപെടുന്ന മേഖല ഏതാ മനുഷ്യൻ്റെ? ആ മേഖല എന്ന് പറയുന്നത് ഈ ഭൗതിക ശരീരത്തിലല്ല, ആത്മീയ ശരീരത്തിലാണ്. നമ്മുടെ ഉള്ളിലെ മനുഷ്യനോട് ഇടപെടുന്ന, ഈ ഉള്ളിലെ മനുഷ്യനോട് ഇടപെടുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ ജഡമനുഷ്യൻ കാണിക്കുന്നത് അല്ലേ? പിന്നെ നമുക്കറിയാം, ഗദരേനരുടെ ദേശത്ത് വസ്ത്രമൊന്നും ധരിക്കാതെ തന്നെത്താൻ മുറിവേൽപ്പിച്ച് മാന്തി പൊളിച്ച് നടന്നായിരിക്കുന്ന ഭൂതബാധിതനെ, അനേകം ഭൂതങ്ങൾ ബാധിച്ച ബാധിതനെയൊക്കെ നമുക്കറിയാമല്ലോ. അവൻ ശരീരം ഒക്കെ മാന്തി പൊളിച്ച് വസ്ത്രം ധരിക്കാതെ ചങ്ങലയൊക്കെ പൊട്ടിച്ച് അങ്ങനെ അലറി വിളിച്ച് നടക്കുകയല്ലേ. അപ്പോൾ അവൻ്റെ ശരീരത്തിലല്ലേ ബാധിച്ചത്? നിങ്ങൾ ചോദിക്കുക, അല്ല, അവൻ്റെ ആത്മാവില ബാധിച്ച ഭൂതം. ഉള്ളിലെ ആത്മാവിൻ്റെ സ്വഭാവമാണ് അവർ ഈ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായോ? ഉള്ളിലെ ആത്മാവിൻ്റെ സ്വഭാവമാണ് അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു ഭൂതാത്മാവ് ബാധിച്ച ഒരുത്തിനെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു, അവൻ നിലത്ത് വീണു, നുരച്ചു ഉരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഭൂതാത്മാക്കളൊക്കെ ഉള്ളിലെ ആത്മാവിനോട് ബന്ധപ്പെടുന്നത്. ഉള്ളിലെ ആത്മാവിനോട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ആ ഉള്ളിലെ ആത്മാവിൻ്റെ ആ പ്രകൃതി എന്താണോ അതാണ് അവൻ ശരീരത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത്. മനസ്സിലായോ? ഉള്ളിലെ ആത്മാവിൻ്റെ സ്വഭാവം എന്താണോ അത് അവൻ്റെ ശരീരത്തിലൂടെ പ്രകടമാകും. ഊമനായ ആത്മാവ് ബാധിച്ചവൻ പിന്നെ സംസാരിക്കുകയില്ല. സംസാരിക്കുന്നത് പുറത്തേയുള്ള ശരീരം കൊണ്ടാണ് അല്ലേ? പക്ഷേ ഊമനായ ആത്മാവ് ബാധിച്ചവൻ പിന്നെ സംസാരിക്കുകയില്ല. എന്താ കാരണം? അവൻ്റെ ഉള്ളിലെ ആത്മാവ് സംസാരിക്കാത്ത ആത്മാവാണ്. അതുകൊണ്ട് അവൻ സംസാരിക്കുകയില്ല. അപ്പോൾ നോക്കി, ആത്മാവ് ശരീരമായിട്ടുള്ള ബന്ധം നിങ്ങൾ കണ്ടോ? ഭയങ്കര ഒരു അതിശയകരമായിട്ട് നമുക്ക് തോന്നുകയില്ലേ? നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, എന്താ? കർത്താവിനെക്കുറിച്ച് വായിക്കുന്നത് കർത്താവിനെ പിശാച് പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ്. അതെങ്ങനെയാണ് പിശാച് കർത്താവിനെ മരുഭൂമിയിലേക്ക് സ്വാധീനിച്ചു? കാരണം എന്താ? മനുഷ്യൻ്റെ ആത്മാവിനെ സ്വാധീനിക്കാനായിട്ട് എല്ലാ ആത്മാക്കൾക്കും കഴിയും. അതായത് ദൈവം നമ്മുടെ ഹൃദയത്തോടെ ഇടപെടുന്ന, ആത്മാവിനോട് ഇടപെടുന്ന, ഹൃദയം എന്നൊക്കെ ഞാൻ പറഞ്ഞ അങ്ങനെ മാംസളമായ ഹൃദയമല്ല, ആത്മാവിനോട് ഇടപെടുന്നത്. പിശാച് നമ്മുടെ ആത്മാവിനോട് ഇടപെടുന്നത്, ദുർഭൂതങ്ങളൊക്കെ ആത്മാവിനോട് ഇടപെടുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നില്ല എങ്കിൽ അത് ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി തീരും. എന്താ കാരണം എന്നറിയാമോ? ഇത് ഉള്ളിലെ വ്യക്തിത്വത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലാണ് നമ്മുടെ വ്യക്തിത്വം ഉള്ളത്. അത് ആത്മാവായതുകൊണ്ട് ആത്മാക്കളോട് ഇടപെടാനായിട്ട് പറ്റും. കാര്യം മനസ്സിലായില്ലേ? ദൈവം നമ്മുടെ ജഡത്തിൻ്റെ ദൈവമായിട്ടല്ല ബൈബിളിൽ പറഞ്ഞത്, ആത്മാവിൻ്റെ ദൈവമായിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാനൊരു വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 27:17. സംഖ്യാപുസ്തകം അതിൻ്റെ 27:17. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ, ജഡത്തിൻ്റെ ദൈവം എന്നല്ല പറഞ്ഞത്, സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ, ആത്മാക്കളുടെ ദൈവം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ദൈവം ഇടപെടുന്ന മേഖല, നമ്മളിൽ ദൈവം ഇടപെടുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ശരീരത്തിലല്ല, നമ്മുടെ ആത്മാവിലാണ് ദൈവം ഇടപെടുന്ന. കാരണം ദൈവം ആത്മാവാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ദുർഭൂതങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി തീരും. ഒരു സംശയമില്ല, പിശാചിൻ്റെ പാർപ്പിടമായി തീരും.
അതിലൊരു സംശയമില്ല. കർത്താവ് ഒരു ഉപമ പറഞ്ഞ് എല്ലാവർക്കും അറിഞ്ഞൂടെ. ഒരു മനുഷ്യന് കുറേ ദുരാത്മാക്കൾ ബാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം ആ ദുർഭൂതം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ദുർഭൂതം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയമെല്ലാം അടിച്ച് തളിച്ച് വൃത്തിയാക്കിയിട്ടു. പക്ഷേ അവൻ ഇങ്ങനെ പോയി ഏതെങ്കിലും ഒരു ഹൃദയത്തിൽ കയറി പറ്റ ഹൃദയം എന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കണേ. ഹൃദയം എന്ന് പറഞ്ഞാൽ മാംസളമായ ഹൃദയമല്ല, ആത്മാവെന്നുള്ള അർത്ഥത്തിലാണ്. അതങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഇവൻ്റെ ആത്മാവിൽ നിന്ന് ഇറങ്ങിപ്പെട്ട് വേറൊരു ആത്മാവിൽ കയറി പറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് പോയപ്പം എവിടെയും നീരോട്ടമുള്ള സ്ഥലം കണ്ടെത്തിയില്ലെന്ന് പറയുന്നത്. നീരോട്ടമുള്ള സ്ഥലം എവിടെയും കണ്ടെത്തിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിട്ടിട്ട് പോകുന്നത് എൻ്റെ പഴയ വീട്ടിലേക്ക് ചെല്ലും. ആ വീടെന്ന് പറഞ്ഞാൽ ഈ കൂടാരത്തിയാണ്, പുറത്തുള്ള കൂടാരത്തിയാണ്. ഉള്ളിലെ ആത്മാവിലേക്ക് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിലെ ആ ഭൗതിക കൂടാരത്തിൻ്റെ ഉള്ളിലെ ആത്മാവിലേക്ക് ഞാൻ ചെല്ലും എന്ന് അവൻ പറഞ്ഞു. അവനവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒക്കെ അടിച്ച് ക്ലിയറാക്കി വൃത്തിയാക്കിയിട്ടിരിക്കുക. അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വേദവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അവനെന്ത് പറഞ്ഞു അറിയാമോ? എനിക്കിവിടെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്നിലും ശക്തിയേറിയ 7 പേരെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ ചെന്ന് തന്നിൽ ശക്തിയേറിയ 7 പേരെ കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇടിച്ച് അവനിൽ കയറി. അവൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേക്കാളും കഠിനമായി തീർന്നതാണ് കർത്താവ് പറഞ്ഞ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതുപോലെ തന്നെ ചില ഭൂതബാധരെക്കുറിച്ച് ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ ഗദരേരുടെ ദേശത്ത് വസ്ത്രം ധരിക്കാതെ തന്നെത്താൻ മുറിവേൽപ്പിച്ച് നടന്നവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ആത്മാവിൽ ഒരുപാട് ദുർഭൂതങ്ങളുണ്ടായിരുന്നു. ലെഗ്യോ എന്നൊക്കെ പറഞ്ഞ വലിയൊരു സംഖ്യ, അത്രയും ഭൂതങ്ങളുണ്ടായിരുന്നു. അത്രയും ഭൂതങ്ങൾക്ക് ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമെന്നേ. അതാണ് ഉള്ളിലെ മനുഷ്യനെയും പുറമേ മനുഷ്യനെയും നമ്മൾ തിരിച്ചറിയണം എന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് ഞാനൊരു ഉദാഹരണം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം. 1 രാജാക്കന്മാർ അതിൻ്റെ 22-ാമത്തെ 1 രാജാക്കന്മാർ അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ദുരാത്മാവോ അല്ലെങ്കിൽ പിന്നെ സാത്താൻ്റെ കൂടെ വീണുപോയ ആത്മാക്കളിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ദൈവദൂതന്മാരിൽ ഒരാളായിരിക്കാം. എനിക്കത് കൃത്യം അറിഞ്ഞുകൂടാ, പറഞ്ഞു തരാനായിട്ട് കൃത്യം അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരാത്മാവ് മുമ്പോട്ട് വന്നു യഹോവയുടെ സന്നദ്ധിയിൽ നിന്നു. ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ബോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാൽ ഇത് യഹോവ ബോഷ്കിൻ്റെ ആത്മാവിനെ നിൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആഹാബിനെ വശീകരിച്ച് രാമോത്തിൽ കൊണ്ടുപോയി കൊല്ലാനായിട്ട് അവനെ വശീകരിക്കാനായിട്ട് ആര് പോകുമെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ ഒരാത്മാവ് ആരാണെന്ന് എനിക്കറിയില്ല, ആത്മാവ് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ദൈവദൂതന്മാരുടെ നിയോഗം പ്രാപിച്ച ദൈവദൂതന്മാരിൽ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പിശാചിൻ്റെ ദൂതന്മാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആത്മാവ് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് ഞാൻ അവനെ വശീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ചോദിച്ചു, നീ എങ്ങനെ വശീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവൻ്റെ കുറേ പ്രവാചകന്മാരുണ്ടല്ലോ ഈ ആഹാബിന്, ആ പ്രവാചകന്മാരുടെ മുഴുവൻ വായിൽ ബോഷ്കിൻ്റെ ആത്മാവായിട്ട് ഞാൻ ഇരിക്കും. അവരെല്ലാം ബോഷ്ക്ക് പ്രവചിക്കും. അത് കേട്ടിട്ട് ഇവൻ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകും, അവിടെ വെച്ച് അവൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. നിനക്കത് കഴിയും, നീ വളരെ ബുദ്ധിയോടെയാണ് മറുപടി പറഞ്ഞത്. ദൈവവും പറഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് എന്താ പറയാൻ ആഗ്രഹിച്ചെന്നറിയാവോ? അതായത് ഈ ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും? അനേകരെ സ്വാധീനിക്കാൻ പറ്റും. ഒരാത്മാവിന് തന്നെ പലരെ സ്വാധീനിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരേ ആത്മാവിന് പലരെ സ്വാധീനിക്കാൻ പറ്റും ഒരേ സമയത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയല്ലേ? അതായത് പ്രവാചകന്മാരുടെ വായുകളിലൊക്കെ ഒരേ വിധത്തിൽ ബോഷ്കിൻ്റെ ആത്മാവായി ഒരാത്മാവിന് തീരണമെങ്കിൽ ഇവരെല്ലാം സ്വാധീനിച്ച് വലയിലാക്കാൻ തക്കവണ്ണം ആത്മാക്കൾക്ക് കഴിയുമെന്നല്ല എൻ്റെ ചിത്രം. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഇത്രയും നേരമൊക്കെ മുഖവരിയാണ് നിങ്ങളോട് പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഉള്ളിലെ മനുഷ്യനെയും പുറമേ മനുഷ്യനെയും തിരിച്ചറിയുക. ഉള്ളിലെ മനുഷ്യനുമായിട്ടാണ് ദൈവത്തിന് കാര്യമുള്ളത്, പുറമേ ഉള്ള മനുഷ്യനുമായിട്ടല്ല ദൈവത്തിന് കാര്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്
മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തേക്ക് ചെല്ലുന്നതല്ലെന്ന് പറഞ്ഞു. അകത്തേക്ക് ചെല്ലുന്നതല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്? മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറത്തേക്ക് വരുന്നതാണെന്ന് പറഞ്ഞു. ഉള്ളിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ നിന്ന് വരിക. ഞാനത് ആദ്യം ഉദാഹരണം പറഞ്ഞില്ലേ, കർത്താവിൻ്റെ അടുക്കൽ വന്നവരൊക്കെ ഈ ഭൂതബാധിതരൊക്കെ ഉരുണ്ട് വരണ്ടൊക്കെ വീണ് നിലവിളിച്ചതിൻ്റെ കാരണം പറഞ്ഞില്ലേ? അവരുടെ ആത്മാവിൻ്റെ സ്വഭാവം എന്താണോ അത് അവരുടെ ജഡം കാണിക്കും. ഇത് ഇവിടെ കർത്താവും പറഞ്ഞത്, ഒരു മനുഷ്യൻ ദുഷ്ടനായി ജീവിക്കുന്നതും ഒരു മനുഷ്യൻ വളരെയേറെ കഠിനഹൃദയനായി മ്ലേച്ഛനായി ജീവിക്കുന്നതൊക്കെ എന്താണെന്നറിയാവോ? അവൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അവൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ സൗമ്യരാണോ? നിങ്ങൾ വളരെ സ്നേഹസമ്പന്നരാണോ? നിങ്ങൾ വളരെ ക്ഷമാശീലരാണോ? അതെന്താ, എവിടുന്നാണ് നിങ്ങൾക്ക് അതിൽ ആ ശരീരത്തിന് ആ ഗുണം കിട്ടിയെന്നറിയാവോ? നിങ്ങളെക്കുറിച്ച് പറയുന്നവരും അറിയാം, അയ്യോ അവൻ പാവം മനുഷ്യനാണ്, അവളൊരു പാവം കേട്ടോ, അവളെ കൊണ്ടൊരു കുഴപ്പമില്ല, അവൾ ആരുടെയും കുറ്റം പറയാനോ ആരെയും കെണി വീഴിക്കാനോ നടക്കുകയില്ല, അല്ലെങ്കിൽ അവന് എത്ര ആര് തല്ലിയാലും അവനൊന്നും തിരിച്ച് പ്രതികരിക്കില്ല, ഒരു പാവം മനുഷ്യനാണ് എന്നൊക്കെ പറയില്ലേ? അത് എവിടുന്ന് ആ ഗുണം അവനിൽ വന്നതെന്നറിയാവോ? അവൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ആ രീതി അവൻ പുറത്ത് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രകടമാകുന്നത് ശരീരത്തിലൂടെയാണ്. അവരുടെ ഉള്ളിലെ ആത്മാവിൻ്റെ സ്വഭാവമാണ് ശരീരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. കാര്യം മനസ്സിലായില്ലേ? അനേകരെ കൊല്ലുന്നതായിരിക്കുന്ന കൊലപാതകന്മാരുടെയൊക്കെ ആത്മാക്കൾ ആ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ആ ആത്മാവിൻ്റെ സ്വഭാവത്തെ അവൻ ശരീരം കൊണ്ട് കാണിക്കുന്നത്. വളരെ മ്ലേച്ഛരായി ജീവിക്കുന്ന വൃത്തികെട്ടായിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ലോകത്തില്ലേ? ആ ലോകത്തുള്ളായിരിക്കുന്ന മനുഷ്യരൊക്കെ അങ്ങനെ ആയിത്തീരാൻ കാരണം അവൻ്റെ ഉള്ളിലെ വ്യക്തിത്വം, അല്ലെങ്കിൽ ആ പറയുന്നതായിരിക്കുന്ന ആത്മാവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രകടമാണ് ശരീരത്തിലൂടെ അവർ കാണിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആത്മാവാണ് ശരീരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നതെന്ന് പറയണം. എല്ലാ പ്രവൃത്തികളെയും, നമ്മുടെ ചലനം, നമ്മുടെ സംസാരം, നമ്മുടെ രീതികൾ, സ്വഭാവം, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഉള്ളിലെ ആത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നതെന്ന് പറഞ്ഞാൽ. ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, ഇങ്ങനെയുള്ളതായിരിക്കുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും തിന്നിട്ട് അത് മറപ്പുരയിൽ കൊണ്ടുപോയി കളയുന്നു, അതല്ല മനുഷ്യനെ, എന്തെങ്കിലും കഴിക്കുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നോക്കാൻ ആത്മാവിലേക്ക് സൂക്ഷിച്ച് നോക്കി പഠിക്കുകയൊന്നും വേണ്ട. പഠിക്കാനും പറ്റില്ലല്ലോ അല്ലേ? ആത്മാവിലേക്ക് നോക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അവൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിക്കാൻ എവിടെ നോക്കിയാൽ മതി? അവൻ്റെ ജീവിതം എന്താണെന്ന് നോക്കിയാൽ മതി. അവൻ്റെ രീതി എന്താ, അവൻ്റെ സ്വഭാവം എന്താ, ഇത് നോക്കിയാൽ മതി. നോക്കി ഈ ആത്മാവും ശരീരമായിട്ടുള്ളായിരിക്കുന്ന ബന്ധം കണ്ടില്ലേ? ഒരു ഭയങ്കര ബന്ധം അത്. അതായത് ഈ ആത്മാവും ശരീരമായിട്ട് അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട്. ആത്മാവിൻ്റെ ഇഷ്ടമാണ് ശരീരം ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞ ഇത്രയാണ്. ആത്മാവിലാണ് നമ്മുടെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്ന, ശരീരത്തിലല്ല. ആത്മാവിൻ്റെ ഒരു കളിപ്പാട്ടം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കളിപ്പാവം മാത്രമാണ്. അതല്ലെങ്കിൽ ആത്മാവ് നിയന്ത്രിക്കുന്നിടത്തോടെ നടക്കുന്ന, ആത്മാവ് നിയന്ത്രിക്കുന്ന പോലെ ചെയ്യുന്ന, ആത്മാവ് നിയന്ത്രിക്കുന്ന പോലെ പറയുന്ന ഒരു പുറമേ ഉള്ളതായിരിക്കുന്ന ഒരു പുറംമൂടി മാത്രമാണ് ശരീരം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വേദവാക്യം നമുക്ക് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെ ഞാൻ വായിക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഇവിടെ പൗലോസ് പറയുന്നതെന്നറിയാമോ? സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു കൂടാരമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു സ്വർഗീയ ശരീരം, ഒരു ആത്മീയ ശരീരം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലൊരു കൂടാരമുണ്ട്. ആ കൂടാരം കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. അപ്പോൾ സ്വർഗത്തിലൊരു കൂടാരമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഈ ഇവിടെ ഈ ഭൗമ കൂടാരം എന്ന് പറഞ്ഞാൽ ഏതിനെയാണ്? ഈ ശരീരത്തെ. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ബോഡി അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിലൊരു കൂടാരമുണ്ട്, ഒരു ശരീരമുണ്ട്. അത് നമുക്കെല്ലാം രക്ഷിക്കപ്പെട്ടവർക്കൊക്കെ ഉണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ദൈവദൂതന്മാർ ആത്മജീവികളാണെങ്കിലും അവർക്ക് സ്വർഗീയമായ ഒരു ശരീരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
സ്വർഗീയമായ ഒരു ശരീരം, ആത്മാവിൻ്റെ മീതെ ധരിക്കുന്ന സ്വർഗീയമായ ഒരു ശരീരമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നത് നമ്മൾ മരിച്ചിട്ടോ കർത്താവിൻ്റെ വരവിനാളിലോ നമ്മൾ കർത്താവിനോട് ചേർക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനം എന്താ അറിയാമോ? ഏറ്റവും ആദ്യം ദൈവം തരുന്ന സമ്മാനം, ആ സമ്മാനമാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഭവനം, അതായത് എന്താ പറയുന്ന ആ കൂടാരം, ആ സ്വർഗീയമായിരിക്കുന്ന ശരീരം ഈ ആത്മാവിന് മുകളിലേക്ക് അത് അണിയിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കൂടാരത്തിൽ, ഏത് കൂടാരത്തിൽ? ഈ ശരീരമാകുന്ന കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നത്. ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട് അകന്നിരിക്കുന്നതുകൊണ്ടാണ് ഞരക്കം. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കൂടാരം ഇപ്പോൾ ഒരു ആത്മാക്കളല്ലല്ലോ, നമ്മൾ ഒരു ഉടുപ്പിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഏത് ഉടുപ്പിൻ്റെ? ഈ ശരീരമാകുന്ന ഉടുപ്പിൻ്റെ ഉള്ളിൽ. കാര്യം മനസ്സിലായില്ലേ? ഈ ശരീരമാകുന്ന ഉടുപ്പിൻ്റെ ഉള്ളിലുള്ളത് ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞങ്ങൾ മരിച്ചിട്ട് ഈ കൂടാരം അഴിഞ്ഞ് താഴേക്ക് പറയുന്നുണ്ട്. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പൻ ഇച്ഛിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഉരുവാനല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരം മരിച്ച് മണ്ണോട് ചേർന്നിട്ട് ഞങ്ങളുടെ ആത്മാവ് പോയി ആ ശരീരം പ്രാപിക്കണമെന്നല്ല ഞങ്ങളുടെ ആഗ്രഹം. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്ന നേരത്ത് കർത്താവിൻ്റെ കാഹളശബ്ദം കേൾക്കുകയും രൂപാന്തരപ്പെട്ടിട്ട് ഈ കൂടാരം പെട്ടെന്ന് നീങ്ങിപ്പോയിട്ട് ആ പുതിയ കൂടാരം ആത്മാവിൻ്റെ മേലെ ധരിക്കുകയും ചെയ്യണം. അപ്പോൾ സ്വർഗീയ ശരീരം അതിൻ്റെ മേലെ ധരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഞങ്ങളിരിക്കുന്നത് നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ടാണ്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആത്മാവല്ല ഇവിടെ നമ്മുടെ ആത്മാവിൻ്റെ മീതെ ഒരു ശരീരമുണ്ട്. അത് ശരിയാണ്. എന്നിട്ട് അവിടെ പറയാണ്, മീതെ ഉടുപ്പൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കുക. 8-ാമത്തെ വാക്യം നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഞങ്ങൾ കാത്തിരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ കർത്താവിനോട് അകന്നവരാണ്. കാരണം ഈ ശരീരത്തിന് കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയില്ല. അതതിൻ്റെ കാരണം. പൗലോസ് പറയുന്നതാ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ. കർത്താവിനോട് കൂടെ വസിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം വിടണം. കാരണം ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ദൈവം നമ്മുടെ കർത്താവ് ആത്മാവാണേ. ആത്മാവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ആത്മാവ് സ്വാതന്ത്ര്യം പ്രാപിക്കണം. എവിടുന്ന്? ഈ കൂടാരത്തിൽ നിന്ന്, ഈ ഉടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് സ്വതന്ത്രരായി കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിനോട് കൂടെ നമുക്ക് ചേരാം. അതാ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളിൽ ഞരങ്ങുകയാണ്. വിട്ട് പിരിയാനായിട്ട്, കർത്താവിനോട് കൂടി ആയിരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക. ഈ ശരീരം വിട്ട് പോകാനായിട്ട്. നമുക്ക് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടി ആയിരിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്? എല്ലാവർക്കും ഇല്ലല്ലേ? വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞല്ലേ നമ്മളൊക്കെ ഇരിക്കുന്നത്. നമുക്ക് വിട്ടു പോകാമെന്ന് പറയുന്ന കാര്യം ഓർക്കുമ്പോൾ പേടിയല്ലേ? പക്ഷേ പൗലോസ് പറഞ്ഞത്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ കർത്താവിനോട് വിട്ടകന്ന ദൂരത്താണ്. ഈ കൂടാരം വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ കർത്താവിനോട് ചേരും. അതെന്തൊരു പ്രത്യാശ! അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ പുറമേയുള്ള ഈ ശരീരത്തിന് ദൈവമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ ഉള്ളിലുള്ള ആത്മാവും എൻ്റെ പുറമേയുള്ള ആത്മാവും നമുക്ക് എല്ലാവർക്കും അറിയില്ല. 2 കൊരിന്ത്യർ ലേഖനം 4 അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 2 കൊരിന്ത്യർ 4:16 വായിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ള മനുഷ്യനും അകമേയുള്ളവനും. അപ്പോൾ ക്ഷയിച്ച് ഓടിത്തളർന്ന് പിന്നെ അധ്വാനിച്ച് ക്ഷയിച്ച് പോകുന്ന ആരാ? പുറമേയുള്ള മനുഷ്യൻ. പക്ഷേ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ എപ്പോഴും ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. പുതിയ പിന്നെ മേഖലകളിലേക്ക്, ആത്മീയ മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ അകമയുള്ള മനുഷ്യൻ ചിറകടിച്ച് പറന്നുയരുന്ന അനുഭവത്തിലേക്കായിത്തീരും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊരു ആഴമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ആയിത്തീരും. അപ്പോൾ എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ എൻ്റെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? അകമയുള്ള മനുഷ്യനെയും പുറമേയുള്ള മനുഷ്യനെയും രണ്ടായിട്ട് മനസ്സിലാക്കാമല്ലോ, അല്ലേ? വ്യക്തമല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി. ഇതെന്തിനാ ദൈവം ഇങ്ങനെ അതായത് ഉള്ളിലെ ഒരു മനുഷ്യനും പുറമെ ഒരു മനുഷ്യനുമായിട്ട് ഈ മനുഷ്യൻ സൃഷ്ടിച്ചേ? അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. കാരണം ദൈവം അത് ചെയ്യാൻ കാരണം ഭൂമിയിലെ മനുഷ്യൻ ജീവിക്കണ്ടേ. അപ്പോൾ ഭൂമിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ശരീരം വേണം. അതിനാ ഈ ശരീരം തന്നത്. ദൈവം ആദ്യം സൃഷ്ടിച്ചുണ്ടാക്കിയത് മനുഷ്യൻ്റെ ശരീരത്തെ ആട്ടോ.
ശരീരത്തെ ഉണ്ടാക്കിയത്. എന്നിട്ട് അതിന് ശേഷം അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെയും കൂടെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവം അവിടെ നിക്ഷേപിക്കുകയത് ശരീരത്തിൻ്റെ ഉള്ളിൽ. സെഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ജീവശ്വാസം ഊതിയതും അവനെ ജീവനുള്ളവനാക്കി തീർത്തതും അവൻ്റെ ആത്മാവിനെ സൃഷ്ടിക്കുകയും ചെയ്തത്. ഈ ആത്മാവുമായിട്ടാണ് ദൈവത്തിന് ബന്ധം. ആദം പാപം ചെയ്തപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവവുമായിട്ടുള്ളായിരിക്കുന്ന ആത്മാവിൽ നിന്ന് അവനാകുന്നുപോയി. അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിന്നുന്ന ആളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവവുമായിട്ടുള്ളായിരിക്കുന്ന ആത്മാവിൽ നിന്ന് അവൻ വേർപെട്ടു പോയി. കാരണം ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേരണമെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിനെ പറ്റുള്ളൂ. പക്ഷേ പാപം ചെയ്തപ്പോൾ സംഭവിച്ചെന്തറിയാമോ? ഇവൻ പിശാച് ആത്മാവാണല്ലോ, പിശാചിന് വിധേയപ്പെട്ടു. അന്ന് തൊട്ട് മനുഷ്യരെല്ലാവരും തന്നെ ജനിച്ച് വീഴുന്ന എല്ലാ ശിശുക്കളടക്കം എല്ലാവരും ആരുടേതായി തീർന്നു? പിശാചിൻ്റേതായി തീർന്നു. പിശാചിൻ്റെ ആത്മാവിനെ അവർ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ അവർ വിട്ടുകളഞ്ഞു. ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പിശാചിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ ആത്മാവിനെ നൽകിയ ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം. ഇപ്പോൾ തന്നെ സമയം കുറേ കൂടുതലായില്ലേ, സമയം അധികമായി പോയല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം പറയുന്നില്ല. ദൈവത്തിൻ്റെ മനുഷ്യൻ ആത്മീയമായിട്ടാണ് സകലവും തിരികെ പ്രാപിക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം. ആത്മീയമായിട്ടാണ് സകലവും തിരികെ പ്രാപിക്കുന്നത്. ദൈവം നമ്മുടെ ജഡത്തെ ശുദ്ധീകരിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നവനല്ല. എന്നോട് നാളെ ഒരു സഹോദരി ചോദിച്ചു, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എപ്പോഴാണ് നടക്കുന്നത്? ഈ ശരീരം വീണ്ടെടുക്കപ്പെടില്ലേ? ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എപ്പോഴാണ് നടക്കുന്നത്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നൊക്കെ തിരുവഴുത്തുള്ള വാക്യമുണ്ട്. അത് ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ അല്ല പറയുന്നത്. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ അല്ല അവിടെ പറയുന്നത്. നമുക്കൊരു പുതിയ ശരീരം സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടും. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പറഞ്ഞതിൻ്റെ അർത്ഥം പാപത്തിന് സാദൃശീകരിക്കപ്പെട്ടതായിരിക്കുന്ന, പാപത്തോട് ഏകീഭവിക്കുന്നതായിരിക്കുന്ന ഈ ശരീരത്തിന് മാറ്റം വരുത്തിയിട്ട് പാപമില്ലാതായിരിക്കുന്ന പുതിയ ശരീരത്തെ നാം ധരിക്കുന്നതിൻ്റെയാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നൊക്കെ പറഞ്ഞത്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് അതായത് ഇതിപ്പോൾ പാപത്തിന് വിധേയപ്പെട്ട ശരീരമാണ്. ഈ ശരീരം നീങ്ങിപ്പോകും, അഴിഞ്ഞു പോകും. എന്നാൽ പാപം ചെയ്യാൻ ഒരിക്കലും സാധ്യത പോലുമില്ലാത്ത, പാപത്തിൻ്റെ ലാഞ്ചന പോലും ഏശാത്തതായിരിക്കുന്ന ഒരു സ്വർഗീയ ശരീരം നമുക്ക് കിട്ടും. അതേ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഈ ശരീരമായിട്ട് ദൈവത്തിന് ബന്ധമൊന്നുമില്ല. ഇത് ഈ ഭൂമിയിൽ നിന്നെടുത്ത് ഇത് ഈ ഭൂമിയിൽ തരും. ഈ ശരീരത്തിന് അത്രയേ ഉള്ളൂ പ്രത്യേകത, അത്രയേ ഉള്ളൂ മെച്ചം. അപ്പോൾ നിങ്ങൾക്ക് ഈ അകത്തെ മനുഷ്യനും പുറമേ മനുഷ്യനും എന്നുള്ളതിൻ്റെ 1-ാം ഭാഗത്തിലെ കാര്യങ്ങൾ മനസ്സിലായോ? ഇത് രണ്ടും തരംതിരിച്ച് പഠിക്കണം. ഞാൻ അധികമൊന്നും വിശദീകരിച്ച് പറഞ്ഞില്ല, എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതായത് ഈ രണ്ടും രണ്ടായിട്ട് കണ്ടിട്ട് വേണം ദൈവവചനം പഠിക്കാനും നമ്മുടെ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ വീണ്ടെടുപ്പിനെക്കുറിച്ച് മനസ്സിലാക്കാനും ദൈവം നമ്മളോട് ഇടപെടുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും. ഇത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്കതിന് പറ്റുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാം. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.